5 സ്റ്റാർ ഹോട്ടലിലത്തെ ഓണസദ്യ വ്ളോഗാണ്. എൻ്റെ ഒപ്പം കാലത്ത് ഓണാഘോഷ പരിപാടികൾക്ക് ശേഷം ഞങ്ങളിതേ ഉച്ചയ്ക്ക് ഓണസദ്യ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ്. ഓണസദ്യയിലെ വിഭവങ്ങൾ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫുഡ് വന്നു, ഉപ്പ് വിളമ്പി, അച്ചാറ് വന്നു, ഇഞ്ചിപ്പുളി വന്നു, പപ്പടം വന്നു, ബീട്രൂട്ട് പച്ചടി, ഓലൻ വന്നു, വെള്ളരിക്ക പച്ചടി വന്നു, മധുരമുള്ളതൊക്കെ പൊക്കി, കൂട്ടുകറി വന്നു, ചോറെത്തി, ഓരം വന്നു, ഓക്കെ, പരിപ്പ് വന്നു, നെയ്യ് വന്നു. അപ്പം നമ്മുടെ സദ്യ ഏകദേശം ഫുള്ളായിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഈ സംഭവം പറഞ്ഞേ. ഇത് ആദ്യം നമ്മൾ കഴിക്കുന്നത് പരിപ്പും നെയ്യും കുഴച്ചിട്ടാണ് കേട്ടോ. അതാണ് സദ്യയുടെ ഒരു എന്താ പറയുക റൂൾ അല്ലേ. ആദ്യം അങ്ങനെയാണ് കഴിക്കുന്നത്. അടിപൊളി കേട്ടോ, സൂപ്പർ ടേസ്റ്റ്. ഇനി ഒരു ചലഞ്ച്, ഇതിൻ്റെ റെസിപ്പി പറയും. ഇത് നമ്മുടെ ചേച്ചി മത്തനും പയറും കൂടെ എരിശ്ശേരിയാണ്. ഇത് മത്തനും പയറും എരിശ്ശേരി. എനിക്കും അറിയാൻ പാടില്ല. പിന്നെ എന്നാ പറയേണ്ടി? വേറെ സാധനം. ഇത് മെഴുക്കുവരട്ടിയാണ്. നമ്മൾ ഇത് സാധാരണ ഒരുപാട് രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇവരുണ്ടാക്കിയിരിക്കുന്നത് കായ്ക്കകത്ത് മഞ്ഞപ്പൊടി, മുളക് പൊടി ഒക്കെ ചേർത്ത് വേവിച്ചിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും ചേർത്ത് വേവിച്ചിട്ട് നല്ലൊരു വറവിട്ട് അതിൻ്റെയാണ് ആ ഒരു. ഇതാണ് റിയൽ ഫുഡ് വ്ളോഗർ ആണ് ചെയ്യേണ്ടത്. ഇത് കാളനാണ് കേട്ടോ. ഇതാണ് കുറുക്ക കാളൻ. അടിപൊളിയാണ് കേട്ടോ. ആദ്യം പരിപ്പ് കൂട്ടി കഴിച്ചു, അതിനുശേഷം സാമ്പാർ കൂട്ടി അല്ലേ. ആദ്യം പരിപ്പ് സാമ്പാർ പരിപ്പ് നെയ്യ്, പിന്നെ രസവും വന്നു. സദ്യ കഴിച്ചതിന് ശേഷം പായസം വന്നു. പായസം കഴിച്ച് നമ്മുടെ അന്നമ്മേനെ ഇൻസ്പയർ ചെയ്തതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുള്ളത് വയനാട് സപ്താ റിസോർട്ടിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരളയുടെ ഒരു മീറ്റപ്പിലാണ് കേട്ടോ. അവിടെയാണ് ഇപ്രാവശ്യത്തെ എൻ്റെയും ഞങ്ങളുടെയും ഓണം. എല്ലാവർക്കും ഓണാശംസ. നിങ്ങളുടെ ഓണം വിശേഷങ്ങൾ മറക്കാതെ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതണേ. എനിക്കിങ്ങനെ തിന്നാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഇന്ന് ഒരിച്ചിരി നേരത്തെ അന്നമ്മേനെ ഒന്ന് കടവെടുക്കാം. അതൊക്കെ പാലും സോറി പഴവും കൂടി ഇട്ട് ഞെരടി ഇലയിൽ ചോറ് വിളമ്പുന്നതിന് മുമ്പായിട്ട് ഇത്രയും വിഭവങ്ങളായിരുന്നു നമ്മുടെ ഇലയിൽ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഹാപ്പി ഓണം. നിങ്ങളുടെ മെമ്മറീസ് ഒന്ന് കമൻ്റ് ഇടണേ.